available in the free cost, but most of goods are scarce. നമുക്ക് ദുർലഭമായിട്ടുള്ള ചില വിഭവങ്ങളും ദുർലഭമല്ലാത്ത വിഭവങ്ങളുണ്ട്. എയർ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്, വായുവിൽ അന്തരീക്ഷത്തിൽ ദൈവം അതായത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവങ്ങൾ. അല്ലാതെ സ്കേഴ്സിറ്റി ദൗർലഭ്യം അനുഭവപ്പെടുന്ന വേറെ റിസോഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളും സോഷ്യോളജിയും തമ്മിൽ ഇന്റർ കണക്റ്റ് ആണ്. കാരണം സൊസൈറ്റിയിലുള്ള ജനങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദാറ്റ് ഈസ് connected in sociology. Okay, the relationship of sociology and economicsലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിന്റ്സിലേക്കാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത്. However, there exists a great deal with interrelationship between these two important branches of social science. There is the two important branches means that is economics and sociology. Then both are interconnected and interrelated. Because of this interrelationship, Thomas opinions that economics is a fact, but one branch is sociology. Economics സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഒരു സോഷ്യോളജി ഒരു വലിയ മരമാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ചില്ല അല്ലെങ്കിൽ ഒരു ശിഖരമാണ് എന്ത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസിക്കൽ നീഡ്സ്, ഷെൽട്ടർ, ക്ലോത്ത്, നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം എന്തിനാണ്? അവർക്ക് ജീവിക്കാൻ വേണ്ടി. അവരുടെ ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആയ ഹ്യൂമൻ വാണ്ട്സിനെ ലിമിറ്റഡ് ആയ റിസോഴ്സ് കൊണ്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യം അത് ഹ്യൂമണായി ബന്ധപ്പെട്ടതാണ്, ഹ്യൂമൻ ബീയിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ ബീയിങ് കുറേ ലോട്ട് ഓഫ് ഹ്യൂമൻ ബീയിങ് ജീവിക്കുന്നതാണ് സൊസൈറ്റി. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ സോഷ്യോളജി എക്കണോമിക്സ് വളരെ ഇന്റർ കണക്റ്റഡ് ആണ്, അതിൻ്റെ ഒരു ബ്രാഞ്ച് ആണെന്നാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റുകളെല്ലാം പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ എക്കണോമിക്സുമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. എല്ലാവർക്കും അറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശാസ്ത്രം എന്നല്ല, നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ് അല്ലേ പൊളിറ്റിക്സ്. അതായത് സൊസൈറ്റി, അത് പൊളിറ്റിക്സ് വേണമെങ്കിൽ സൊസൈറ്റി വേണം. സൊസൈറ്റിയിലാണ് എന്തുണ്ടാവുള്ളൂ? പൊളിറ്റിക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദെൻ നമ്മുടെ നെക്സ്റ്റ് പേപ്പറിൻ്റെ പേരാണ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഇതിൽ പറയുന്ന പ്രധാനമായിട്ട് ഒബ്ജക്റ്റീവ്സും ദെൻ ഇതിൽ പറയുന്ന സ്ട്രക്ചർ, ദെൻ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. എല്ലാ പേപ്പറിനെയും പോലെ തന്നെ ഇതിലും ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്. Introduction, then in objectives, definition, characteristics, elements, community and association, definition of social group, basis of classification of group, primary and secondary group, and group in input group and output group, റഫറൻസ് ഗ്രൂപ്പ്, അങ്ങനെയുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറേ ഗ്രൂപ്പുകളെ പറ്റിയും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും ഓരോ എലമെൻസിനെ പറ്റിയും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ പേരാണെന്ത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അല്ല, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയാം. പൊളിറ്റിക്കലി നമ്മൾ സൊസൈറ്റി ആയിട്ട് വളരെ ബന്ധപ്പെട്ടൊരു വേർഡാണ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും സൊസൈറ്റിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? എപ്പോഴും പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ലാതെ ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ ഒരു അധികാരം ജനങ്ങളെ ആ ഒരു ഒന്നുകിൽ ജനങ്ങളോട് നല്ല രീതിക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ മാക്സ് വെബർ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് എന്താണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനങ്ങളെ ഭരിക്കാൻ ഒരു ഭരണകർത്താവ് ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? റെവല്യൂഷൻ സൃഷ്ടിക്കും. ആ റെവല്യൂഷനിലൂടെ അവരെന്ത് ചെയ്യും? അവർ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിളും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നത് പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടാണ്. പൊളിറ്റിക്കൽ സയൻസിൽ വേറെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ്. ഡെഫിനേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ ജനറലി ഡിഫൈൻഡ് ആസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്,
സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്. നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു ഗവൺമെൻറ് ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, പോലീസ് സ്റ്റേഷൻ, ഓഫീസുകൾ, ഒരു സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങൾ എല്ലാം നോക്കുന്ന റൂൾസ് ഉണ്ടാവും, ദെൻ ലോ ഉണ്ടാവും, ജസ്റ്റിസ്, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഇന്ന് സോഷ്യലിസം. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ജനറലി ഡിഫൈൻ ആസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്, ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്. അതായത് ശാസ്ത്രീയപരമായ പഠനം, രാഷ്ട്രീയത്തെ പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനം, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്, രാജ്യത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളെ പറ്റിയുള്ള പഠനം, ഗവൺമെൻറ്റിനെ പറ്റിയുള്ള പഠനം. ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് കൺസെപ്റ്റ് പൊളിറ്റിക്സ് ആർ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഗവേൺസ്, ഡിസിഷൻ ടേക്കിംഗ് ആൻഡ് make its impacts. The concept of politics is central of political science in fact. Sometimes both are used. General politics is also defined process of where people form, preserve or modify the peoples, and such process generally involve the conflict peoples and act of government of engage the people. അതായത് സൊസൈറ്റിയിലുള്ള നമ്മുടെ ജനങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ജനങ്ങളാണ്. ഒരു ഗവൺമെൻറ്റിന് ജനങ്ങളില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ജനങ്ങളാണ് സോഷ്യോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകം സൊസൈറ്റി, അല്ലേ? സൊസൈറ്റിയെ പറ്റിയുള്ള പഠന, സ്റ്റഡി ഓഫ് സൊസൈറ്റിയാണ് സോഷ്യോളജി. എങ്കിൽ ഈ സൊസൈറ്റി ഇല്ലാതെ ഒരിക്കലും പൊളിറ്റിക്കലി ഒരു സ്റ്റേറ്റിനോ ഒരു ഗവൺമെൻറ്റിനോ മുന്നോട്ട് പോകാൻ പറ്റില്ല. വെറുതെ അങ്ങനത്തെ ഒരു പ്രതിരൂപങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് ഭരിക്കാൻ ജനങ്ങൾ വേണം. ആ സ്റ്റേറ്റിൽ എന്ത് വേണം? പീപ്പിൾസ് വേണം. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. Then such procedures generally involve the cooperation of ഗവൺമെൻറ് ആൻഡ് പീപ്പിൾസ്. അതായത് ഗവൺമെൻറ്റും പീപ്പിളായിട്ട് ഒരു നല്ല സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാലേ ഒരു സൊസൈറ്റിയിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. Then conflict, multiple decision making and compromises and different level of thus initially decline the concern related to power and distribution of resources. Then കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ് സൊസൈറ്റി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് സംഭാവന നമ്മൾ കൊടുക്കുക, അല്ലേ? എന്ത് റിസോഴ്സസ്, ആ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യം. നമുക്കറിയാം, നമ്മൾ വയനാട് ഉരുൾപൊട്ടൽ നടന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു സമയത്ത് ആ വയനാട് വീടൊക്കെ ഒലിച്ചു പോയ ആൾക്കാർക്ക് വീട് പണിത് കൊടുക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതും ഒരു സൊസൈറ്റിക്ക്, ഒരു ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ, എന്താ പറയുക, കറക്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് എന്ത്? വയനാടിൽ ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു സൊസൈറ്റി മൊത്തം തകർന്നു പോയി, അല്ലേ? ആ സൊസൈറ്റി മൊത്തം. ഇത് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് എക്സാമ്പിളാണ്. എക്കണോമിക്കലി നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കാം, കാരണം സാമ്പത്തികപരമായിട്ടൊക്കെ തകർന്നു പോയി നോക്കാം. ഒന്നൊന്നിനോട് ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വയം എക്സാമ്പിൾ ഉണ്ടാക്കി എഴുതാൻ പറ്റും. മിസ് ജസ്റ്റ് അതിനൊരു സൂചന അല്ല ഹിൻസാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ അവിടെ വീടൊക്കെ ഒലിച്ചുപോയി. ഗവൺമെൻറ്, അതായത് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു റൂട്ട് പോകുന്നത് ഗവൺമെൻറ് അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത്, ഒരു ഗവൺമെൻറ് അവരെ സേഫ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും നമ്മളൊരു കറക്റ്റ് എക്സാമ്പിളായിട്ട് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും നമ്മൾ റിലേറ്റഡ് ആകുന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ഓക്കെ.